ഹലോ, ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇടാൻ പോവുകയാണ്. ബ്രെഡ് കൊണ്ട് ഗുലാബ് ജാം എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. രസഗുളയെന്നും പറയും. ഞാൻ 6 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടേ. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ തുടങ്ങുകയാണ്. എനിക്ക് ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറി ഇപ്പം ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ നമുക്ക് ഇതിൻ്റെ 4 വശത്തുമുള്ള നമുക്ക് ആ കളറങ്ങ് കളയാം. 6 ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ ഒടിച്ചിടണം. കാരണം ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. എണ്ണ അതിട്ടതിന് ശേഷം പിന്നെ നമുക്ക് 3-4-3 കൂടി അപ്പുറവും ഇപ്പുറവും ചെത്തിയിട്ട് കളറങ്ങ് കളഞ്ഞതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം മാത്രം നമുക്കെടുക്കാം. ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പൊടിയായിട്ടുണ്ട്. നല്ല പൊടിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇനിയിപ്പോൾ നമ്മൾ ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ. പാൽപ്പൊടി, പഞ്ചസാര എന്നാണ് പറഞ്ഞത്, തെറ്റാണ്. പാൽപ്പൊടിയാണ് കേട്ടോ. എന്നുവെച്ചാൽ 1 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടില്ല, 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. അത് 8 സ്ലൈസിനാണ് 1 സ്പൂൺ നിറച്ചെടുക്കേണ്ടത്. 6-ന് ഇത്രയും മതി, 1/4 ഭാഗം എടുത്താൽ മതി. ഇത് ഞാനൊന്ന് മിക്സ് ചെയ്യുകയാണ് നല്ലതുപോലെ. എന്നിട്ട് നമുക്കൊരു ചെറിയ കപ്പിനകത്ത് 1 കപ്പ് പാലെടുക്കാം. 1 കപ്പ് പാൽ തികച്ച് വേണ്ട ഇതിന്, എന്നാലും നമുക്കതൊന്ന് കുഴച്ചെടുക്കാൻ നോക്ക്. ഇത് ഞാൻ കുഴച്ചെടുക്കാം, വേറൊന്നും ചേർക്കുന്നില്ല ഇതിനകത്ത്. ഇത് നല്ലോണം കുഴച്ചിട്ട് കുഴച്ചതിന് ശേഷം നമുക്കൊരു കാര്യം ചെയ്യണം. ഒരു 10 മിനിറ്റ് അതങ്ങനെ വെച്ചേക്കണം. ഇത് ഞാൻ നല്ലപോലെ കുഴയ്ക്കുകയാണ്. കുറേ ദിവസം വീഡിയോ ഒന്നും ഇട്ടില്ല. ചെറിയ സൗകര്യം ഉണ്ടായിരുന്നത് കാരണമായിരുന്നു. ഞാൻ കമ്പ്യൂട്ടർ ക്ലാസ്സിനൊന്നും പോകുന്നില്ലായിരുന്നു. എൻ്റെ ക്ലാസ്സൊക്കെ നിർത്തി വെച്ചുകൊണ്ട് ഞാൻ യോഗയ്ക്കും പോകുന്നില്ല, കമ്പ്യൂട്ടർ ക്ലാസ്സിനൊന്നും പോകാതിരിക്കുകയായിരുന്നു. 1 മാസത്തോളമായി ഇപ്പം. അപ്പം ഞാൻ ഇന്ന് തുടങ്ങുകയാണ്. ഇത് നല്ലപോലെ കുഴച്ചെടുത്ത് കണ്ടോ. ഇതുകൊണ്ട് കുഴച്ച് ഇനി നമ്മൾ ഈ കുറച്ച് നേരം ഇപ്പം ഇതിപ്പോൾ ഇതിങ്ങനെ നമ്മൾ ശരിക്കും ഒരു പിരിവിരുന്നിരിക്കും. അതിനാണ് നമ്മളിങ്ങനെ കുഴച്ചിങ്ങനെ വെച്ചേക്കുന്നത്. അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായി വരും അത്. ഇത് ഈ പാത്രത്തിലേക്ക് നമുക്ക് എടുക്കാം. ആ പാത്രത്തിന് തന്നെ 1 കപ്പ് പഞ്ചസാര എടുത്ത്, ആ ചെറിയ കപ്പിന് 1 കപ്പ് നിറച്ചില്ല കേട്ടോ, 1/4 ഭാഗമേ ഉള്ളൂ പഞ്ചസാര. ഇനി അതിനകത്ത് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഓണാക്കിയതിന് ശേഷം കാണിച്ചു തരാം. ഇതിൽ ഒരുപാട് ജോലിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് കുറച്ച് നേരം ഇങ്ങനെ വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ ബ്രെഡ് നമ്മൾ കുഴച്ചതിന് ശേഷം പാൽപ്പൊടിയും ചേർത്ത് കുഴച്ചതിന് ശേഷം കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വെച്ചേക്കണം. അതുകൊണ്ടിട്ടാണത്. അപ്പോഴത്തേക്കും നമുക്ക് ഈ പഞ്ചസാര പാനി റെഡിയാക്കി എടുക്കാം. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർക്കണം. അതേപോലെ 2 ഏലക്കയും പൊടിച്ചിട്ട് ആ പൊടി ഇടണം ഇതിനകത്തേക്ക്. അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഭക്ഷണ സാധനമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എല്ലാം കൂടെ കാണിച്ച് വരുമ്പോഴത്തേക്ക് കുറേ സമയം പോകും. അപ്പോൾ എല്ലാവരും എന്നോട് പറയും ഷോർട്ടായിട്ടിട്, അധികം നേരം കാണിക്കണ്ട, പെട്ടെന്ന് ചെയ്യുന്നത് പോലെ എടുത്തിടാൻ പറഞ്ഞ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നത്. ഏലക്ക ഞാൻ ചതച്ചതാണ് കേട്ടോ. ഏലക്കയുടെ മണി എടുത്ത് ചതച്ചിട്ട് ഏലക്കയുടെ മണിയും എടുത്തു. 1 സ്പൂൺ നാരങ്ങ നീരിട്ട്, 1 സ്പൂൺ നിറച്ചില്ല കേട്ടോ, അത് 1/4 സ്പൂണേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 സ്ലൈസ് ബ്രെഡ് ഉണ്ടാക്കുമ്പോഴാണ് നമുക്കത് നിറച്ച് ചേർക്കേണ്ടത്. 6 സ്ലൈസിന് നമുക്ക് ഇത്രയും മതി. അതുകൊണ്ടാണ് ഞാനെല്ലാം കുറേശ്ശെ ചേർക്കുന്നത്. നന്നായിട്ട് ഇത് നല്ലോണം ഇളക്കി വേണം. ഇതിനകത്ത് നമുക്ക് ഒരു തുള്ളി കളർ കൂടെ ചേർക്കണം. ഒരു കുറച്ച് കളർ, ജിലേബി കളറ് കുറച്ച് ചേർത്തേക്കാം നമുക്ക്. ഞാൻ കാണിച്ചു തരാം. ഒരു പിഞ്ചേ ചേർക്കുന്നുള്ളൂ. ആ ഒരു പിഞ്ചിൻ്റെ ആവശ്യം നമുക്ക് കണ്ടോ, അത്രയേ ഉള്ളൂ. ആ ഒരു പിഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക്. അതിൽ നിന്നൊരു നുള്ളേ വീഴുള്ളൂ. നമ്മളെ കയ്യിലിങ്ങനെ എടുത്ത് കാണിച്ചെങ്കിൽ കൈ വിരലെ പരന്നിരുന്നുകൊണ്ടാണ് അത്ര കാണിച്ചത്, തോന്നിയത്. ഒരു പിഞ്ചേ ഇടുന്നുള്ളൂ അതിനകത്തേക്ക്. അതെന്ന് വെച്ചാൽ ഒരു തേനിൻ്റെ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ,
ഒരു തേനിൻ്റെ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത്. അപ്പോൾ നമ്മൾ നാരങ്ങാ നീരും ഏലക്കയുടേതും അതൊരു ഒന്ന് കൊഴുത്ത് ഒരു തേൻ പോലെ ഒന്ന് കൊഴുത്ത് വന്നാൽ മതി. ഇപ്പോൾ ഇത് പാകമായി തുടങ്ങിയിട്ടുണ്ട്, ഒരുവിധം കുറുകി വരുന്നുണ്ട്. ആ തേനിൻ്റെ പാകമാകുമ്പോൾ നമ്മളതങ്ങ് നിർത്തും. ആയി തുടങ്ങി കണ്ടോ, അത്രയേ ഉള്ളൂ. നമുക്കൊരു 4 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു 4 മിനിറ്റ് ഇരുന്നാൽ മതി, അപ്പം തന്നെ കറക്റ്റാവും. ഇനി നമുക്കിതിലേക്ക് ഓയിലൊഴിക്കാം. ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓയിലൊഴിച്ചിട്ട് നമുക്ക് ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട് ബ്രെഡ്. ആ ഉരുട്ടി വെച്ചത് നമുക്ക് അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ ചെറിയ ഉരുളയാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്രയും കുറച്ച് സാധനം, ക്വാണ്ടിറ്റി കുറച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരുപാടുണ്ടാക്കിയാൽ മധുരമായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. വീട്ടിലുള്ളവർ അത് കഴിക്കണമല്ലോ. അപ്പോൾ അവർക്ക് മധുരമുള്ളത് എല്ലാവർക്കും എനിക്കൊക്കെ ഷുഗറുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുണ്ടാക്കുന്നത്. മധുരമുള്ള കഴിക്കുന്നവർക്ക് മാത്രമായിട്ടുണ്ടാക്കുകയാണത്. അതാണ് ഞാൻ ക്വാണ്ടിറ്റി കുറച്ചുണ്ടാക്കിയത്. അതുപോലെ ചെറിയ ചെറിയ ബോളാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എൻ്റെ ചാനൽ വിജയിപ്പിക്കണം, എന്നോട് സഹകരിക്കണം. ഞാൻ ഇതാ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഇത് വറുത്ത് കോരി എടുക്കണ്ട. ഈ തേൻ പോലെ കണ്ടോ, ഇതിനിപ്പോൾ അവിടെ ഇരിക്കട്ടെ, ഇത് നല്ലപോലെ തണുത്തിരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അത് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണണം കേട്ടോ, കയറി കാണണം. ഞാൻ ഇത്രയും ദിവസം റെസിപ്പി ഇടാത്ത കാരണം നിങ്ങളെല്ലാവരും എന്നെ മറന്നു പോകരുത്. ഇതിന് ഗുലാബ് ജാമെന്നും പറയും, രസഗുള എന്നും പറയും. പണ്ട് കാലത്തൊക്കെ രസഗുള എന്നായിരുന്നു ഇതിന് പറയുക. എൻ്റെ ചെറുപ്പത്തിലൊക്കെ രസഗുള എന്നായിരുന്നു ഇതിന് പറയുക. ഇത് ഞാൻ പരത്തി വെച്ചിട്ട് ഇത് നമുക്ക് ഓരോന്നോരോന്ന് പെറുക്കിയിടാം. ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ടത്. 6 സ്ലൈസ് ബ്രെഡിൻ്റെതേ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഉണ്ടാക്കി നോക്കണം, കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇത് ഒരു കേടുമില്ല. നമ്മൾ നാരങ്ങ നീരൊക്കെ ചേർത്ത് ഏലക്കൊക്കെ ചേർത്ത് പിന്നെ നല്ലൊരു തേനിൻ്റെ ടേസ്റ്റാണ് വരിക. അതിനാണ് നമ്മൾ ആ നാരങ്ങ നീര് ചേർക്കുന്നത്. ഇത് വറുത്ത് കോരിയെടുക്കണം നമുക്ക്. എല്ലാവരും ഉണ്ടാക്കി പരീക്ഷിക്കണം, എല്ലാവരും എന്നോട് സഹകരിക്കണം. ഇനി ഞാൻ തുടർന്ന് റെസിപ്പീസ് ഇടുന്നതായിരിക്കും. അതേപോലെ യോഗയുടേത് അങ്ങനെ ഓരോന്നോരോന്ന് ഇനി ഇടുന്നതാണ്. ഇത് നമുക്ക് നന്നായി വറുത്ത് കോരിയെടുക്കണം. ഇത് വേണ്ട പൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അത് വറുത്ത് പൊങ്ങി വരുന്ന ഇത് വീർത്ത് വരും. ഞാനിത് ചെറിയ ഉരുളിയായിട്ടത് വീർത്ത് വരുന്നുണ്ട്. വേണ്ട നമുക്കിങ്ങനെ ഇട്ട് ഇളക്കി ഇതൊരു ബ്രൗൺ കളറായി കിട്ടണം നമുക്ക്. ഇത് ബ്രെഡ് കൊണ്ടുള്ളതാണ്. അല്ലാതെ തന്നെ നമ്മൾ പാൽപ്പൊടി കൊണ്ട് പല രീതിയിലും ഉണ്ടാക്കുന്നുണ്ട് ഇത് കേട്ടോ. പാൽപ്പൊടി മാത്രമായിട്ടും ഉണ്ടാക്കുന്നതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാനിത് ഓരോന്നോരോന്ന് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ മുന്നേ പറയുന്നതിന് അത് തന്നെ ഓരോന്നും ഉണ്ടാക്കി ഞാനിങ്ങനെ കാണിച്ചു തരാം. ഓരോ റെസിപ്പീസ് ഇങ്ങനെ ഇടാൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. കണ്ടില്ലേ, ഇത് നല്ലോണം ഇതൊന്ന് വറുത്ത് ഒന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്കിത് കോരിയെടുക്കാം. കോരിയെടുത്ത് നമുക്ക് ആദ്യം ഒരു പാത്രത്തിലോട്ട് വെക്കണം. ഈ എണ്ണയുടെ മയം ഇല്ലാതെ വരാൻ വേണ്ടിയിട്ട്, എണ്ണമയമൊക്കെ മാറാൻ വേണ്ടി ഒരു പാത്രത്തിൽ കോരി വെക്കണം നമുക്ക്.
മൂത്ത് വരുന്നുണ്ട് നല്ലപോലെ. എനിക്ക് കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ജലദോഷമൊക്കെ ആയിരുന്നു. അത് കുറച്ചായി തുടങ്ങിയിട്ട് മാറുന്നില്ലായിരുന്നു. എൻ്റെ ശബ്ദമൊക്കെ പതറിയിരിക്കുകയാണ് ഇപ്പോഴും. ശബ്ദമൊക്കെ ഒന്ന് റെഡി ആകട്ടെ എന്നൊക്കെ ഓർത്താണ് ഞാൻ ഇരുന്നത്. കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെയും തുടങ്ങുന്നത്. ഞങ്ങൾക്കിവിടെ ഭയങ്കര ചൂടാണ്. വയനാടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ ഭയങ്കര ചൂടാണ് ഞങ്ങൾക്കിവിടെ. സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ നമുക്കിങ്ങനെ റെസിപ്പീസ് ഇടാനൊന്നും ഇഷ്ടം തോന്നില്ല. എൻ്റെ ചൂടൊക്കെ കൂടി വരുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ്. സാധാരണ വയനാട്ടിൽ തണുപ്പാണെന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. തണുപ്പൊക്കെ പോയി. പണ്ട് കാലത്ത് തണുപ്പായിരുന്നു. ഞങ്ങൾ വയനാട്ടിൽ വന്ന കാലത്തൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. 69-ലാണ് ഞങ്ങളിവിടെ വരുന്നത്. അന്നൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി മാറി ഇപ്പോൾ സാധാരണ നാട്ടിലത്തെ അതേ ക്ലൈമറ്റ് വന്നു തുടങ്ങി ഇപ്പോൾ ഇവിടെ. വയനാട്ടിൽ ഇപ്പോൾ പേരേ ഉള്ളൂ. എന്നാൽ വൈകുന്നേരം മഴയത് കണ്ടോ ഞാൻ വറുത്ത് കോരി. ഇനി നമുക്കിതിൽ എണ്ണയിലേക്ക് ഇതിട്ട് എണ്ണയിലല്ല, പഞ്ചസാര പാനിയിലേക്ക് നമുക്കിതിടാം. പഞ്ചസാര പാനിയിലേക്ക് എണ്ണയിൽ നിന്നെല്ലാം കോരിയെടുത്തതാണ്. എണ്ണയൊക്കെ പോയി. അത് പറയാമെന്നാ പെട്ടെന്ന് തപ്പിപ്പോയി. കണ്ട ഇതിനകത്ത് കണ്ട ഇതാണ് രസഗുള. രസഗുളയെന്നും ഗുലാബ് ജാമെന്നും പറയും. നല്ല ടേസ്റ്റായ പാൽപ്പൊടിയൊക്കെ ചേർത്ത്, ബ്രെഡിനകത്ത് പാൽപ്പൊടിയൊക്കെ ചേർത്ത് പാൽ കൊണ്ട് കുഴച്ചുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്. അല്ലേ, ഇതാണ് വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എല്ലാവരും പരീക്ഷിക്കണം. ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് നോക്കണം. നാരങ്ങാനീരൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പഞ്ചസാരക്കകത്ത് നാരങ്ങാനീരും ഏലക്കയുടെയൊക്കെ ഒരു മണവും നല്ലൊരു ടേസ്റ്റുമാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇനി ഞാൻ സ്ഥിരമായിട്ട് റെസിപ്പി ഇടുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ ചാനൽ കാണണം. എല്ലാവരും കയറി കാണണം കേട്ടോ. ഞാൻ നിർത്താൻ പോവുകയാണ്. നന്ദി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇനി